ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദ ഹിസ്റ്ററി ഓഫ് ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാർ ആണ് നോക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഫോർത്ത് ഗ്രേഡ് നിഞ്ച വാർ അറിയാം. എന്നാൽ അതിനു മുൻപ് ഭീകരമായിട്ടുള്ള 3 യുദ്ധങ്ങൾ നടന്നിരുന്നു. അത് നമുക്ക് സീരീസിൽ കൂടുതലായി കാണിച്ചു തന്നിട്ടുമില്ല. അപ്പോൾ അതിൽ ആദ്യം നടന്ന ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, പല വർഷങ്ങൾക്ക് മുൻപ് ഉച്ചിഹ വേഴ്സസ് സെഞ്ചു എന്ന ഫൈറ്റ് നടന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. കാലങ്ങളായി ആ ഒരു വാർ കണ്ടിന്യൂ ചെയ്ത് അത് അവസാനിക്കുകയും ഉച്ചിഹ വേഴ്സസ് സെഞ്ചു സമാധാനത്തിൽ വരികയും ഈ 2 വിഭാഗത്തിന്റെ ലീഡറായിട്ടുള്ള അതായത് മാദ്രയും ഹാഷിരാമയും ചേർന്ന് ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ഒരു വില്ലേജിന് കൊനഹ എന്ന പേര് വെക്കുകയും ചെയ്തു. അതായത് നമ്മുടെ ലീഫ് വില്ലേജ്. അങ്ങനെ ഇതിനു ശേഷമാണ് മറ്റ് പ്രദേശത്തിലുള്ള ആൾക്കാരും തങ്ങൾക്കും ഇതുപോലെ ഒരു വില്ലേജ് വേണമെന്ന് പറഞ്ഞ് പല വില്ലേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട വില്ലേജുകളാണ് ഹിഡൻ സാൻഡ് വില്ലേജ്, ഹിഡൻ ക്ലൗഡ് വില്ലേജ്, ഹിഡൻ മിസ്റ്റ് വില്ലേജ്, ഹിഡൻ സ്റ്റോൺ വില്ലേജ്. അങ്ങനെ ടോട്ടൽ 5 വില്ലേജുകളാണ് ക്രിയേറ്റ് ആയത്. അങ്ങനെ ഈ ഒരു വില്ലേജുകളൊക്കെ ക്രിയേറ്റ് ആയതിനു ശേഷം ഈ ഒരു വില്ലേജിന്റെ പവർ വേസും അതുപോലെ തന്നെ ടെക്നിക് വേസും ഒക്കെ വളരെയധികം ഇംപ്രൂവ് ആവാൻ വേണ്ടി തുടങ്ങി. അതായത് വില്ലേജുകൾ പരസ്പരം തങ്ങളാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്നൊരു തർക്കവും ആ ഒരു വാശിയൊക്കെ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. ഈ കാര്യത്തിൽ കൊനഹയും പിന്നോട്ടൊന്നുമല്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഒണോക്കി ആണെങ്കിൽ മാദറയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ തന്നെ നമ്മുടെ മാദറ കൊനഹ എത്രത്തോളം പവർഫുൾ ആണ് എന്ന രീതിയിൽ ഒണോക്കിയോട് സംസാരിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സീരീസിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മാദറയും ഹാഷിരാമയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാദറ വില്ലേജ് വിട്ടു പോയി ആ ഒരു 9 ടൈലിനെ പിടിച്ച്, അതായത് നമ്മുടെ കുറാമയൊക്കെ പിടിച്ച് വില്ലേജിനെതിരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ ഹാഷിരാമയാണെങ്കിൽ മാദറയെ എതിർത്ത് നിൽക്കുകയും മാദറയെ തടയുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു സംഭവമാണെങ്കിൽ മറ്റു വില്ലേജിലെ ആൾക്കാർ അങ്ങനെ കൂടുതലായും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ ഹാഷിരാമ നമ്മുടെ 9 ടൈൽ ബീസ്റ്റിനെ, അതായത് കുറാമയെ തന്റെ വൈഫായിട്ടുള്ള മീട്ടോ ഉസുമാക്കിയുടെ ബോഡിയിൽ സീൽ ചെയ്യുന്നത്. ഈ ഒരു മീട്ടോ ഉസുമാക്കി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാഷിരാമയുടെ വൈഫാണ്. മീട്ടോ എന്നത് ഒരു ഉസുമാക്കി ക്ലാനിലുള്ള ഒരാളാണ്. ഞാൻ കൂടുതലായിട്ട് ഉസുമാക്കിയെ പറ്റി വലിച്ചു നീട്ടുന്നില്ല. അങ്ങനെ ഇതിനൊക്കെ ശേഷമാണ് ഇതുപോലുള്ള ഒരുപാട് ബീസ്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹാഷിരാമ ഒറ്റയ്ക്ക് പോയി അതിനൊക്കെ പിടിച്ച് തന്റെ കൺട്രോളിൽ വെക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതാണ് എല്ലാത്തിന്റെയും തുടക്കം. എല്ലാ ടൈൽഡ് ബീസ്റ്റിനെയും നമ്മുടെ ഹാഷിരാമ പിടിച്ചതുകൊണ്ട് നമ്മുടെ കൊനഹ വില്ലേജ് മറ്റ് വില്ലേജിനേക്കാൾ വളരെയധികം ഓവർ പവർഡായി മാറി. അത് കഴിഞ്ഞാണ് നമ്മുടെ വാട്ടർഫോൾ വില്ലേജിലുള്ള കാഗുസു നമ്മുടെ ഹാഷിരാമയെ പിടിക്കാൻ വേണ്ടി നോക്കുന്നതും. എന്നാൽ ഹാഷിരാമയാണെങ്കിൽ നമ്മുടെ കാഗുസുവിനെ ഒരു തീരുമാനമാക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ കൊനഹയ്ക്ക് നേരിടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ 5 വില്ലേജിന്റെ ലീഡേഴ്സിനെ വിളിച്ച് ആദ്യമായി 5 കാഗെ മീറ്റിംഗ് നടത്തുന്നു. ഈ കാഗെ എന്ന് പറയുന്നത് ആ ഒരു വില്ലേജിന്റെ ലീഡേഴ്സിനെയാണ്. അങ്ങനെ നമ്മുടെ ഹാഷിരാമയാണെങ്കിൽ ഡയറക്റ്റ് ഇവരോട് പറയും, വില്ലേജിൽ ഇപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും സമാധാനത്തിൽ പോകാം തുടങ്ങിയൊരു തീരുമാനമൊക്കെ എടുക്കുന്നു. ഈ സമയം നമ്മുടെ ഹാഷിരാമയാണെങ്കിൽ നമ്മുടെ ടെയിൽ ബീസ്റ്റില്ലേ അതിനെയൊക്കെ സെപ്പറേറ്റ് ആക്കി ഓരോ വില്ലേജിലേക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഇതിനോട് ആദ്യം നമ്മുടെ ടോബിറാമ സമ്മതിക്കില്ലെങ്കിലും പിന്നീട് ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ചർച്ചയും അവസാനം സമാധാനമായിട്ട് അവസാനിക്കും. എന്നാൽ എല്ലാവരും സമാധാനത്തിലാണെങ്കിൽ കൂടി എപ്പോഴും വില്ലേജിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ വില്ലേജിലുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നമ്മുടെ കൊനഹ വില്ലേജിൽ, അതായത് ലീഫ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ ടോബിറാമ വില്ലേജിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. ലീഫ് വില്ലേജിൽ ആദ്യമായി ഒരു അക്കാദമി കൊണ്ടുവന്നു, ഉച്ചിഹയെ പോലീസ് ഫോഴ്സ് ആക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്തു പറയാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്, ഒരു സെൻസയ്ക്ക് കീഴിൽ 3 സ്റ്റുഡൻസ് എന്ന സംഭവമൊക്കെ ആദ്യമായിട്ട് കൊനഹ വില്ലേജ് ആണ് കൊണ്ടുവന്നത്. ഇതിന്റെയൊക്കെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ടോബിറാമയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഹാഷിരാമ ഈ ഒരു ടൈൽഡ് ബീസ്റ്റിനെയൊക്കെ മറ്റ് വില്ലേജിലേക്ക് പിരിച്ചു കൊടുത്തു എന്ന്. അതിൽ നമ്മുടെ ഫസ്റ്റ് ടൈൽഡ് ബീസ്റ്റ് ആണെങ്കിൽ ഗാറയുടെ വില്ലേജ് ആയിട്ടുള്ള സാൻഡ് വില്ലേജിലാണ് കൊടുത്തത്. സെക്കൻഡ് ടൈൽഡ് ബീസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ക്ലൗഡ് വില്ലേജിൽ, അതുപോലെ തന്നെ തേർഡ് ടൈൽഡ് ബീസ്റ്റ് ആണെങ്കിൽ മിസ്റ്റ് വില്ലേജിൽ കൊടുത്തു. 4th and 5th ടൈൽഡ് ബീസ്റ്റിനെയൊക്കെ റോക്ക് വില്ലേജിൽ കൊടുത്തു. അതുപോലെ തന്നെ 6th ടൈൽഡ് ബീസ്റ്റിനെ നമ്മുടെ മിസ്റ്റ് വില്ലേജിൽ കൊടുത്തു. 7th ടൈൽഡ് ബീസ്റ്റിനെ നമ്മുടെ വാട്ടർഫോൾ വില്ലേജിൽ കൊടുത്തു. അതുപോലെ തന്നെ 8th ടൈൽഡ് ബീസ്റ്റിനെ നമ്മുടെ ക്ലൗഡ് വില്ലേജിൽ കൊടുത്തു. അവസാനത്തെ നമ്മുടെ 9th ടൈൽഡ് ബീസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ലീഫ് വില്ലേജിലെ കൊനഹ വില്ലേജിൽ തന്നെ. എന്നാൽ ഈ ഒരു ടൈൽഡ് ബീസ്റ്റിനെയൊക്കെ മറ്റ് വില്ലേജിൽ കൊടുത്തപ്പോൾ അത് തന്നെ അവർക്ക് വലിയൊരു തലവേദനയായി മാറിയിരുന്നു. കാരണം ഹാഷിരാമ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ആരും തന്നെ മറ്റുള്ള വില്ലേജിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ബീസ്റ്റിനെ
വില്ലേജിനെ കൺട്രോൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഉസുമാക്കി ക്ലൈനിലുള്ളവരെ പോലെ ഈ ഒരു ടൈൽഡ് ബീസ്റ്റിനെ സീല് ചെയ്തു വെക്കാനുള്ള ഒരാൾ മറ്റുള്ള വില്ലേജിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള വില്ലേജിലെ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോൾ നമ്മുടെ കൊനഹ വില്ലേജിലുള്ള നൈൻടെയിലിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഉസുമാക്കി ക്ലൈനിലുള്ളവരുടെ ബോഡിയിലാണ് ഇത് സീൽ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഫസ്റ്റ് കാഗേസ് ഒക്കെ മരിച്ച് സെക്കൻഡ് കാഗേസ് ഓരോ വില്ലേജിലും ലീഡറായി വരാൻ വേണ്ടി തുടങ്ങി. അതായത് നമ്മുടെ കൊനഹയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോബിറാമ ഹൊക്കാഗെയായി വന്നു. ടോബിറാമയെ പറ്റി ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഫ് വില്ലേജിന് വേണ്ടി എന്ത് വേണമെങ്കിലും പുള്ളിക്കാരൻ ചെയ്യും. എന്നാൽ ഹാഷിരാമയെ പോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പേഴ്സണും അല്ല. മറ്റു വില്ലേജിനും ഏകദേശം ഇതുപോലെ തന്നെ സെയിം അവസ്ഥയായിരുന്നു. ഫസ്റ്റ് ഉണ്ടായ കാഗേസ് ഒക്കെ അത്യാവശ്യം നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോയത്. എന്നാൽ എല്ലായിടത്തും സെക്കൻഡ് കാഗേസ് വന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഇവർ നേരിടാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ സെക്കൻഡ് സുഷിക്കാഗയും അതുപോലെ തന്നെ സെക്കൻഡ് മിസുക്കാഗയും തമ്മിൽ ഇവർക്കിടയിൽ ഒരു ബാറ്റിൽ നടക്കുന്നു. അതായത് ഒരു ഡെത്ത് ബാറ്റിൽ ആണെന്ന് പറയാം. പരസ്പരം മാറി മാറി ഫൈറ്റ് ചെയ്ത് ഫൈനലി രണ്ടുപേരും ഇവിടെ മരിച്ചു പോകുന്നുണ്ട്. അതായത് നമ്മുടെ സീരീസിൽ ഫോർത്ത് ഗ്രേഡ് നിഞ്ച വാറിൽ ഇവരെ റീആനിമേറ്റഡ് ആയി കൊണ്ടുവരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങൾ നമുക്ക് സീരീസിൽ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പവർഫുൾ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഗോൾഡൻ സിൽവർ ബ്രദേഴ്സ്. ഒരു തരത്തിൽ ഇവരും ജിഞ്ചുരിക്കുകളാണ്. അതായത് ഇവർ രണ്ടുപേരും ഒരു ദിവസം നമ്മുടെ നൈൻടെയിലിനെ പിടിക്കാൻ വേണ്ടി പോവുകയും ഇവരെ നമ്മുടെ കുറാമ അതായത് നൈൻടെയിൽ കഴിക്കുകയും കുറാമയുടെ വയറ്റിലെത്തി കുറാമയുടെ ചില മാംസവും കാര്യങ്ങളൊക്കെ കഴിച്ച് സർവൈവ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു കുറാമയുടെ ചാക്രയും ഉണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ക്ലൗഡ് വില്ലേജിൽ ചേർന്നവരാണ്. അപ്പോൾ ഈ ഒരു സംഭവം അതുപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ കാരണം ലീഫ് വില്ലേജിനും ക്ലൗഡ് വില്ലേജിനും ഇടയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ ടോബിറാമ എന്ത് ചെയ്തു? ഒരു യുദ്ധമൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന രീതിയിൽ ഡയറക്റ്റ് റൈക്കാഗയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലൗഡ് വില്ലേജിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ടോബിറാമ ക്ലൗഡ് വില്ലേജിലെത്തി റൈക്കാഗയൊക്കെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനത്തിൽ തിരിച്ച് നമ്മുടെ ടോബിറാമ ലീഫ് വില്ലേജിലേക്ക് മടങ്ങുകയാണ്. ഈ സമയമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ക്ലൗഡ് വില്ലേജിലെ ആൾക്കാർ നമ്മുടെ ടോബിറാമയും ടീമിനെയും വളയുന്നത്. അതിൽ നമ്മുടെ ഗോൾഡൻ സിൽവർ ബ്രദറും ഉണ്ടാകും. ടോബിറാമയുടെ കൂടെ തന്റെ ടീംമേറ്റ്സ് ആയിട്ട് 6 പേരാണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ടോബിറാമ ഇവർക്ക് ചെറിയൊരു ടെസ്റ്റ് കൊടുക്കും. നമ്മളെ ചുറ്റിപ്പറ്റി ക്ലൗഡ് വില്ലേജിലുള്ള ഒരുപാട് പേര് ഇവിടെ വന്നു. ഇനി ഇവിടെ നിന്നും ജീവനോടെ പോകുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഇവരെയൊക്കെ ഒരാൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജീവനോടെ വില്ലേജിലേക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടയുടൻ തന്നെ നമ്മുടെ ഹിറുസൻ സറുട്ടോബി ആണെങ്കിൽ നമ്മുടെ ടോബിറാമയോട് പറയും, ഞാൻ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാം, നിങ്ങൾ തിരിച്ച് എല്ലാവരും വില്ലേജിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട ടോബിറാമയാണെങ്കിൽ നമ്മുടെ ഹിറുസനെ പ്രശംസിച്ച് ഡയറക്റ്റ് നമ്മുടെ ഹിറുസനോട് പറയും, ഇനി നമ്മുടെ ലീഫ് വില്ലേജിന്റെ നെക്സ്റ്റ് ഹൊക്കാഗെ നീയാണ്, നിങ്ങൾ എല്ലാവരും സേഫായി നമ്മുടെ ലീഫ് വില്ലേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ടോബിറാമയാണെങ്കിൽ അവരെയൊക്കെ നേരിട്ട് നമ്മുടെ ടോബിറാമ ഇവിടെ മരിക്കുന്നു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാഗേസും ഓരോ പ്രശ്നങ്ങളിലൊക്കെ ചേർന്ന് അങ്ങനെ ഇതുപോലെ തന്നെ മറ്റുള്ള കാഗേസ് എല്ലാവരും ഓരോ പ്രശ്നങ്ങളിൽ പറ്റി ഇതുപോലെ മരിക്കുന്നു. അങ്ങനെ ഓരോ വില്ലേജിൽ നടന്ന ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാർ ആയിട്ട് നമുക്ക് സീരീസിൽ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറും തേർഡ് ഗ്രേഡ് നിഞ്ച വാറും എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.